പ്രൈസ് ദി ലോർഡ്. നന്നേ പ്രക്ഷുബ്ധമായ കടലിൽ ശിഷ്യന്മാർ വള്ളത്തിൽ ആയിരിക്കുന്നു. യേശു വള്ളമില്ലാതെ വെള്ളത്തിൽ നടക്കുന്നു. അവർ ഭയപ്പെട്ടു. യേശു പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ശ്രമിച്ചു. ഉടൻ തന്നെ വള്ളം കരയിലെത്തി, അഥവാ അവർ എത്തേണ്ട കരയിൽ എത്തിക്കഴിഞ്ഞു. ജീവിതത്തിലെ കൊടുങ്കാറ്റിൽ യേശു നമ്മെ കൈവിടുന്നില്ല. അവൻ ഞാനാണ് എന്ന് പറഞ്ഞ് അടുത്തു വരും. 12 ഗോത്രം, 12 അപ്പസ്തോലന്മാർ, ദൈവം മനുഷ്യരോടൊപ്പം വസിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഇവിടെ പ്രതിപാദിക്കുക. ഇനി കണ്ണീറില്ല, വേർപാടില്ല, കൊടുങ്കാറ്റില്ല. ഇന്നത്തെ കൊടുങ്കാറ്റ് കഴിഞ്ഞാൽ നമ്മളെ കാത്തിരിക്കുന്നത് വെളിപാട് പുസ്തകത്തിലെ 21 അധ്യായത്തിലെ ഒരു നഗരമാണ്. 12 അടിസ്ഥാനമുള്ള ദൈവം താമസിക്കുന്ന ഒരു വീടിനെ നമ്മൾ കാണാൻ പറ്റും. ഭയം വരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാം, ഞാനാണ് എന്ന് പറയുന്ന യേശു ഇപ്പോൾ കൂടെയുണ്ട് എന്ന സത്യം. യോഹന്നാൻ 6:20. കൊടുങ്കാറ്റിന് ശേഷം ഒരു വീടുണ്ട് എന്നൊരു കാര്യം. വെളിപാട് പുസ്തകം 21:3. ദൈവം അവരോടൊപ്പം വസിക്കും. നമുക്കത് തന്നെ പ്രാർത്ഥിക്കാം. ഈശോയെ, ജീവിത കൊടുങ്കാറ്റിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വള്ളത്തിൽ കയറണമേ. അവസാനം ഞങ്ങളെ നിന്റെ ശാശ്വത നഗരത്തിൽ എത്തിക്കണമേ. അതുവരെയുള്ള ഈ കാറ്റും കോളും കൊടുങ്കാറ്റുമൊക്കെ, പ്രക്ഷുബ്ധമാകുന്ന കടല് ഞങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുകയും ഉലയ്ക്കുകയും ചെയ്യും. ഒരുപക്ഷേ നിന്റെ രൂപം തന്നെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകും. എങ്കിലും നീ വരണേ, വരണേ. ആമേൻ.